ഈ പുറത്തെ ചൂട് നോക്കി ഇരിക്കുകയാണെങ്കിൽ അകത്ത് തന്നെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി. അപ്പോൾ വെൽക്കം ടു ദ ഡേ 2 ഓഫ് മൈ തണ്ടൽ. ഇന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിലാദ്യം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കണക്കിനിരിക്കലാണ്. എല്ലാ മാസവും സലോൺ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇതുപോലൊരു ഇരിപ്പ് പതിവുള്ളതാണ്. മാസാമാസം സ്ഥാപനത്തിനുണ്ടാവുന്ന ലാഭനഷ്ട കണക്ക് നോക്കലും മാത്രമല്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തെറാപ്പി. അതുകൊണ്ട് തന്നെ ഈ മീറ്റപ്പ് ഞങ്ങൾ ഒരിക്കലും മിസ്സാക്കാണ്ട് നോക്കും. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ഷോപ്പിംഗ് ടൈം. ആദ്യം പോകുന്നത് ലുലുവിലേക്കാണ്. അങ്ങോട്ട് കയറുന്ന സമയത്ത് പകലാണെങ്കിലും തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് രാത്രിയായി. തിരിച്ചു വരുന്ന വഴിക്ക് മാളിലും കയറി അവിടെയും കുറച്ച് കറങ്ങിയതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചത് വീണ്ടും ഐഡിയ ഒപ്റ്റിക്സിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിരുന്ന കണ്ണടകളൊക്കെ തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ഇടയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പൈസക്കാർ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കും, നമ്മൾ നാട്ടിൽ പോയിട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കണ്ണടകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് കാലമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഷോപ്പും കൂടെയാണ്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് തൊട്ടടുത്തുള്ള പഴയ ആടാർ തട്ടുകടയിലേക്കാണ് വന്നത് പഴയതിലേക്കാണെങ്കിലും ഇവരുടെ ഏറ്റവും പുതിയ ഡിഷ് തന്നെയാണ് ട്രൈ ചെയ്തത്. കാന്താരി പ്രോൺസ് നിർവാണ. ഇത് നമ്മുടെ പുതിയ ബ്രാഞ്ചിൽ അവൈലബിൾ ആട്ടോ. സംഭവം കൊള്ളാം. ഫുഡടി കഴിഞ്ഞതോടെ പിന്നെ നടന്നത് ഒരു ഓട്ടപ്രദക്ഷിണമാണ്. ഒരു ഷോപ്പിൽ നിന്ന് വേറൊരു ഷോപ്പിലേക്ക് ലിറ്ററലി ഓടുക തന്നെയായിരുന്നു. കാരണം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്യുമല്ലോ. എല്ലാ സ്ഥലത്തും നമ്മൾ തന്നെ ഓടിയെത്തണമല്ലോ. അങ്ങനെ ഓടി ഓടി 12 മണിയായപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തേക്ക് ഇത് മതി. അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.